ഹേ ഗായ്സ്, ഞങ്ങൾ ഈ വീഡിയോ കണ്ടോ ഗായ്സ്? സ്വന്തം ഉമ്മ കാമുകന് വേണ്ടിയിട്ട് മകളെ കാഴ്ച വെച്ചൊരു കഥ. അത് മകള് തന്നെ പുറം ലോകത്തെ അറിയിച്ച് ആ ഉമ്മാനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് വരെയുള്ള കഥകൾ ആ മകൾ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോക്കെ. ഒരു പക്ഷേ നമ്മൾക്ക് തന്നെ ഇത് കേൾക്കുമ്പോൾ തോന്നാം, സ്വന്തം ഉമ്മ തന്നെയാണോ എന്നൊക്കെ നമുക്ക് നമ്മോട് തന്നെ ഒരു ചോദ്യം വന്നേക്കാം. പക്ഷെ ഉമ്മ തന്നെയാണ്. ഈ കുട്ടിക്ക് ഒരു ആങ്ങളയുണ്ട്, പിന്നെ ഒരു ബ്രദർ ഉണ്ട്. പക്ഷെ ബ്രദറൊന്നും കാര്യങ്ങളൊന്നും അറിയാറില്ല. അപ്പം വീട്ടിൽ കുറെ പ്രാരാബ്ദങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ. പക്ഷെ എന്നിരുന്നാലും മകളെ കാമുകന് വേണ്ടിയിട്ട് ഇതുപോലെ കാഴ്ചവെക്കുന്ന ഒരു ഉമ്മനെ ലോകത്ത് ഞാൻ കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, ഒന്നുമില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം അറിയുന്നുള്ളത്. എന്തായാലും ഫുള്ള് നമുക്കൊന്ന് കേട്ടോക്കാം. ഭക്ഷണം നൽകുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരാളെന്നുള്ള ഒരു റെസ്പെക്ട്, ആ ഒരു സംഭവം നമ്മൾ ഓക്കെ, അത് നമ്മൾ ഒരു കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു സാധനം. അങ്ങനെ ആ 4ാം ക്ലാസ് കഴിഞ്ഞു, 5, 6 ആ ഒരു സമയത്തേക്ക് എത്തിയപ്പോൾ ആള് ഗൾഫിൽ പോയിട്ട് ദിവസം വിളിക്കും കേട്ടോ. പക്ഷെ ദിവസം വിളിച്ചിട്ട് എന്താണ് സുഖല്ലേ ഒന്നും പറയാണ്ടാവില്ല. പക്ഷെ എന്നാലും എന്താണ് വിശേഷം, കുഴപ്പമില്ലല്ലോ, എന്താണ് വിശേഷം, കുഴപ്പമില്ലല്ലോ, അങ്ങനെ കുറേ പറഞ്ഞ് ഇതന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വീട്ടിലാരും ഇല്ലാത്ത സമയത്ത് സംസാരിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഒന്ന് ഡ്രസ്സ് മാറ്റുമോ അല്ലെങ്കിൽ ബട്ടണം അഴിക്കുമോ, അങ്ങനെ ഭയങ്കര ന്യൂഡ് പിക്ചർ ആവശ്യപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആദ്യം നമുക്ക് മനസ്സിലാവും, 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഇത് പ്രൈവറ്റ് പാർട്സ് ആണ്, ഇത് ഒരിക്കലും ഒരാൾക്കും കാണിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാനത് ആദ്യം ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ശരിയാവില്ല അമ്മയോട് പറയൂ. അപ്പോൾ ആള് വേണ്ട പറഞ്ഞു. പിന്നെ ആളിത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ എന്തായാലും വേണ്ടില്ല, കുറേ ഞാൻ ശ്രമിച്ചു. പക്ഷെ നമുക്ക് വേറെ വഴിയില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മയുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ആളിങ്ങനെ ചോദിക്കുന്നുണ്ട്, ഞാൻ എത്ര പറഞ്ഞിട്ടും ആൾ കേൾക്കുന്നില്ല, എനിക്ക് പറ്റണില്ല. അതിൽ ഉമ്മ അതാവില്ല, ആളങ്ങനെ ചോദിക്കില്ല, ആൾ അങ്ങനെയുള്ള ഒരാളല്ല. അപ്പോൾ ഞാൻ അല്ല, ആൾ അതന്നെയാണ് ചോദിച്ചത്, എനിക്കറിയാം, എനിക്ക് ഉറപ്പാണ് പറഞ്ഞു. അപ്പോൾ ഉമ്മ വിളിച്ച് കുറേ ചീത്ത പറഞ്ഞു. ഓക്കെ സമാധാനം, ഇങ്ങനെ ആൾ ശല്യം ഉണ്ടാവില്ല, ആൾ ചോദിക്കില്ലല്ലോ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആൾ കോൺടാക്റ്റുമില്ല. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടി കഴിഞ്ഞ് ഉമ്മൻ്റെ അടുത്ത് വന്നിട്ട് എന്താ ചെയ്യപ്പോൾ നമ്മുടെ അവസ്ഥ ആയി, പാപ്പ എവിടെ അറിയില്ല, വേറെ ആരും എവിടെ അറിയില്ല. ഇതൊരു ഡിവോഴ്സ് കേസ് മുകളിൽ നടന്നു പോകുന്നുണ്ട്. ഡിവോഴ്സ് കേസിൻ്റെ കൂടെ തന്നെ ചെലവിന് കൊടുക്കാത്ത കേസ്, പിന്നെ അതുപോലെ തന്നെ ഈ കുറേ കേസ് നടക്കുന്നുണ്ട്, പ്ലസ് ഈ കുടുംബക്കാരുടെ കേസൊക്കെ. അപ്പോൾ ഇതൊക്കെ കേസ് നടത്തണം, പിന്നെ ഞങ്ങൾ വളർത്തണം, ഉമ്മമാർക്ക് മരുന്ന് വാങ്ങണം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ എന്താ ചെയ്യുക, ഞാനിപ്പോൾ ആളില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ റോട്ടിൽ കറങ്ങി വന്നിട്ടുണ്ടാവും, റോട്ടിൽ കറങ്ങേണ്ടി വരും. ഒരു ഫോട്ടോ അല്ലേ എനിക്ക് അയച്ചു കൊടുത്തൂടെ, പുറത്തറിയാൻ പോകുന്നില്ലല്ലോ, എന്താണ് എൻ്റെ പ്രശ്നം. ഞാൻ കരഞ്ഞു, നമുക്ക് പെട്ടെന്ന് കരഞ്ഞു ഞാൻ. അതിൻ്റെ അടുത്ത് ഉമ്മ ആകെ എന്താ പറയാ, ഭയങ്കര നിരാശ എന്നല്ലേ, ഒരുപാട് ഭയങ്കര സങ്കടത്തോടെ നീറിയിട്ട് എൻ്റെ അടുത്ത്, സാരല്ല, ഒരു ഫോട്ടോ അല്ലേ, മുഖം കാണില്ലല്ലോ, ആളെ കണ്ടിട്ട് ഡിലീറ്റ് ആക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് ഉമ്മൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തു. ഓരോ ആഴ്ചയിലും ആൾക്ക് ഫോട്ടോസ് വേണം. അതൊക്കെ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ അന്ന് വീട്ടിൽ അതായത് ചീത്ത പറയുക, അടിക്കുക. 6ാം ക്ലാസ് കഴിഞ്ഞു, 7ാം ക്ലാസ്സിലെത്തി. അപ്പോൾ ഒരു മഴക്കാലമാണ്. അപ്പോൾ ഈ കുറേ അവധി പ്രഖ്യാപിച്ചിരുന്ന പ്രളയത്തിൻ്റെ സമയമൊക്കെ. അപ്പോൾ ഇയാൾ ഗൾഫിൽ ഡയറക്റ്റായിട്ട് ഞാൻ വീട്ടിൽ വരികയാണ്. പക്ഷെ ആൾക്ക് വേറൊരു ഫാമിലി ഉണ്ട്, ആ ഫാമിലിയിൽ ആൾക്ക് 4 കുട്ടികളുണ്ട്. അപ്പോൾ ഇയാൾ ഡയറക്റ്റ് ഞാൻ വീട്ടിൽ വരുന്നത്. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ പോകാൻ ഡ്രസ്സൊക്കെ മാറ്റി യൂണിഫോം ഇട്ട് ഫസ്റ്റ് ക്ലാസ് നിൽക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, പോണ്ട, ആൾ വരുന്നുണ്ട്, നിൻ്റെ അടുത്ത് പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. ആൾ വന്നു. പക്ഷെ എനിക്കപ്പോൾ ഒരു സമാധാനം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പീരിയഡ്സ് ആയിരുന്നു. അതുകൊണ്ട് ഒരിക്കലും എന്താ പറയുക, ഇനി ഉപദ്രവിക്കാൻ വരില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അങ്ങനെയൊന്നും അല്ലായിരുന്നു. അന്ന് ആൾ വന്നപ്പോൾ തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, കരയുക. അപ്പോൾ ഞാൻ കരഞ്ഞപ്പോൾ ഉമ്മ വന്നിട്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് കാര്യന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്, പാളെ ഫോണിൽ കാണുന്നത്, നേരിട്ട് കാണുന്നത്, അത്രയേ ഉള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ് അന്ന്, അതായത് എൻ്റെ കയ്യും കാലും ഉമ്മ പിടിച്ചു കൊടുക്കുക ആൾക്ക്. ഞാൻ കരയുമ്പോൾ എൻ്റെ വായ കുത്തി കൊടുക്കുക, കരയുമ്പോൾ കണ്ണീര് തുടച്ചു തരിക. അതായത് ഇപ്പം കെയ്യും എന്നൊക്കെ പറഞ്ഞ ആൾക്ക് എന്നെ പിടിച്ചു കൊടുക്കുക. അങ്ങനെ അന്ന് ഇവർ രണ്ടുപേരും എൻ്റെ അടുത്ത് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു, കരഞ്ഞിൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞു, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. അപ്പം കഴിഞ്ഞ് പിന്നെ ഇത് അവിടുന്ന് അങ്ങോട്ട് ഇത് സ്ഥിരമായി. 8 കഴിഞ്ഞ ആൾ ഗൾഫിൽ പോയി. പിന്നെ 9 കോവിഡായി. അപ്പോൾ ഈ വീഡിയോ കോളിൽ ഇയാൾക്ക് എന്താ പറയുക ന്യൂഡായിട്ട് ഇയാൾക്ക് എന്തൊക്കെ കാണണം അതൊക്കെ ഉമ്മ വരും. എൻ്റെ ഏട്ടനെ മാറ്റും, പുറത്ത് സാധനം വാങ്ങാൻ പറഞ്ഞേക്കും. എന്നിട്ട് എൻ്റെ അടുത്ത് വരും, ഇത് ഇങ്ങനെ കാണിക്കുക, അങ്ങനെ കാണിക്കുക. അങ്ങനെ എനിക്ക് എന്താ പറയുക, നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം പിന്നെ നമുക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, വേറെ ഒരു കുടുംബക്കാരോട് കോണ്ടാക്റ്റ് ഇല്ല. അതുപോലെ ബാപ്പ എന്ന് പറഞ്ഞ ആള് ഞാൻ കണ്ട പരിചയം പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. ആരോട് പറയും, ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ തന്നെ ഞാൻ ആരോട് പറയും. +1 എത്തിയപ്പോൾ എനിക്ക് എന്താ പറയുക, ബ്ലഡിൻ്റെ കുറവുണ്ട്. അപ്പോൾ പീരിയഡ്സ് ഡിലേ ആവുമ്പോൾ ഇവർക്ക് വല്ലാത്ത ടെൻഷനാണ്.
അതായത് ഞാൻ വേറെ ആരുടെ അടുത്തെങ്കിലും അഫെയർ ഉണ്ടോ, ഇനി വേറെ ആരുടെ അടുത്തെങ്കിലും ഞാൻ ഫിസിക്കലി എന്തെങ്കിലും കോൺടാക്ട് വന്നിട്ടുണ്ടോ. അപ്പോൾ ഇനി ഓരോ പീരിയഡ്സ് ഡേറ്റ് ഡിലേ ആകുമ്പോഴും ഇവർ എൻ്റെ അടുത്ത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ടോർച്ചർ. അതായത് വേറെ ആരുടെങ്കിലും റിലേഷൻ, വേറെ ആരുടെങ്കിലും ഫിസിക്കലി ഉണ്ടായിട്ടുണ്ടോ, ഫിസിക്കലി എന്തെങ്കിലും വന്നിട്ടുണ്ടോ, ഇവർക്ക് ഭയങ്കര പ്രശ്നം. എന്നിട്ട് അവരും കുറേ ഫ്രൂട്ട്സ് തരും, കുറേ മരുന്ന് തരും, ബ്ലഡ് ഉണ്ടായിട്ട് പീരിയഡ്സ് ആവും. അപ്പോൾ ഞാൻ ഓക്കെ, അപ്പോൾ അവർ ശരിക്കും സമാധാനം അവർക്ക്. അപ്പോൾ എൻ്റെ ആയപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ അവളുടെ വീട്ടിൽ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ പറയും. എൻ്റെ പറഞ്ഞ് അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് എനിക്ക് ഷെയർ ചെയ്യൂടാ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അവൾ വിശ്വസിച്ചില്ല. ഓക്കെ, അവൾ ചുമ്മാ പറഞ്ഞാൽ അല്ല, സീരിയസ് ആയിട്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ വിശദീകരിച്ച് പറഞ്ഞപ്പോൾ അവൾക്ക് കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അവളാകെ ഷോക്കായി. ആകെ സ്വന്തം എന്ന് പറയാനായിട്ടുള്ള എൻ്റെ ഉമ്മ മാത്രമേ ഉള്ളൂ. അവർക്ക് എതിരായിട്ട് നിൽക്കണം ഞാൻ ഈ ഒരു പോയിന്റിൽ. അവർക്ക് എതിരായിട്ട് നിൽക്കണോ, നിന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും ഇല്ല എനിക്ക് അവിടെ. ഞാൻ എന്ത് ചെയ്യും, എവിടെ പോവും, എന്താണ് ഉണ്ടാവുക, ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇവരെ വെച്ച് അന്വേഷിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്, നീ ചിലപ്പോൾ ഓർഫനേജ് പോവും, നിൻ്റെ ഉമ്മ ചിലപ്പോൾ ജയിലിൽ പോകാനുള്ള സാധ്യതയുണ്ട്, ആളെന്തായാലും ജയിലിൽ പോവും, നിൻ്റെ ഏട്ടൻ എന്താ ചെയ്യാന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ആകെ ഒന്നും കൂടി ടെൻഷനായി. പിന്നെയും എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു എന്തൊക്കെ വന്നാലും എൻ്റെ ജീവൻ പോകുകയാണെങ്കിൽ പോലും ഒരിക്കലും ആളെ എൻ്റെ മേത്തോടെ സമ്മതിക്കരുത്. അതിനുശേഷം വലിയ പ്രശ്നം, വീട്ടിൽ ഉറങ്ങാൻ പറ്റില്ല. ടീച്ചറുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ട്. അതിൽ മിസ് വിശ്വസിച്ചില്ല, അത് പറയാൻ പറ്റില്ല. കാരണം ഒരിക്കലും സ്വന്തം ഉമ്മ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. പ്രിൻസിപ്പള്, 3 ടീച്ചേഴ്സ്, പ്രിൻസി, ഞാനും കൂടി സ്റ്റേഷനിൽ പോയി. സിന്ധു മേഡം ഉണ്ടാവും. അപ്പോൾ അവിടെ രാജേഷ് സാറായിരുന്നു. രാജേഷ് സാർ പോയിട്ട് എഴുതിക്കോളൂ പറഞ്ഞു. അപ്പോൾ നമ്മളങ്ങനെ എഴുതാൻ പോയി. മേലെ പോയിട്ട് സിന്ധു മേഡം ഉണ്ടായിരുന്നു. അപ്പോൾ മേഡം ഇതൊക്കെ എഴുതിയെടുത്തു. ഞാൻ പറഞ്ഞു ഉമ്മാനെ നമുക്ക് മാപ്പ് സാക്ഷിയാക്കണം. എൻ്റെ ഒരു പ്രസൻസിൽ എൻ്റെ ഒരു മിസ് ഉണ്ടായിരുന്നു, മാപ്പ് സാക്ഷിയാക്കണം. ഓക്കെ, അപ്പോൾ ഓക്കെ, അത് നമുക്ക് നോക്കാം, അത് നമുക്ക് റെഡിയാക്കാം, കുഴപ്പമില്ല പറഞ്ഞു. അങ്ങനെ ഇത് കഴിഞ്ഞ ഒരു പകുതിയൊക്കെ ആയപ്പോൾ മേഡം പറഞ്ഞു ഞാൻ ഇപ്പോൾ വരാട്ടോ പറഞ്ഞിട്ട് പോയിട്ട് എൻ്റെ അടുത്ത് കുറേ നേരം വന്നിട്ട് പറഞ്ഞു ഉമ്മ താഴെയുണ്ട്, ഇനി ഉമ്മ മുങ്ങോന്ന് അറിയില്ലല്ലോ, ഉമ്മാനെ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആകെ എനിക്ക് ടെൻഷനായി. കാരണം ഉമ്മ സ്റ്റേഷനിൽ താഴെ കൊടുന്നു എന്നൊക്കെ പറഞ്ഞു എൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ കൂടി കുറേ ഇതായി. പക്ഷേ അപ്പോൾ പറഞ്ഞു ഇതൊരിക്കലും ഉമ്മാനെ വിടാൻ പറ്റില്ല, അവിടെ കിടക്കട്ടെ കുട്ടി, അവിടെ കിടന്നോട്ടെ, എന്താപ്പോൾ ഇത്രയും ചെയ്തു വെച്ച്. അപ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങളും അതുപോലെയുള്ള പ്രയാസപ്പെട്ട ഒരു ജീവിതം ഒരാൾക്കും കിട്ടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. ഇതുപോലുള്ള ഒരു ഉമ്മാനെയും ആർക്കും കിട്ടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.